കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. എല്ലാ വൈഷ്ണവ ഭക്തന്മാരുടെയും ഭക്തകളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. കഴിഞ്ഞ ക്ലാസ്സില് വിശ്വരൂപ ദർശന യോഗം, ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ ചതുർഭുജ രൂപത്തെ കുറിച്ചും ശ്യാമസുന്ദര രൂപത്തെ കുറിച്ചുമെല്ലാം നമ്മൾ നല്ലപോലെ യുക്തിതമമായിട്ട് ചർച്ച ചെയ്തു. പരിശുദ്ധ ഭക്തന്മാർക്ക് എപ്പോഴും ആ ശ്യാമസുന്ദര രൂപത്തിലാണ്. രാധാരാസവിഹാരി, രാധാമാധവ്, രാധാഗോപാലൻ, രാധാരമൺ, ആ രൂപത്തിലാണ് നമുക്ക് താല്പര്യം. എന്നാൽ ചില ആളുകൾക്ക് ഭഗവാനില്ല, അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഭഗവാൻ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭഗവാൻ വിശ്വരൂപം, വിരാട് സ്വരൂപം, ചതുർഭുജ രൂപം എല്ലാം ചിലപ്പോൾ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ ഒഫീഷ്യൽ രൂപമാണ് ചതുർഭുജ രൂപം. മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു, അങ്ങനെ ഒഫീഷ്യലായിട്ട്. ഇപ്പൊ ഒരാൾ ഓഫീസിൽ പോകുമ്പോൾ അദ്ദേഹം യൂണിഫോം ഒക്കെ ഇട്ട് അദ്ദേഹത്തിന്റെ ആ എല്ലാ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയിട്ട് പോകും. വീട്ടിൽ വന്നാലോ സാധാരണ രൂപം. പക്ഷെ ചില ആളുകൾക്ക് പേടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഭഗവാൻ ചില സന്ദർഭങ്ങളിൽ ഈ വിശ്വരൂപം, വിരാട് സ്വരൂപമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനാണ്? എല്ലാത്തിലും ഉണ്മയായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്, ഞാനില്ലാതെ ഒന്നുമില്ല. നത്വഹം തേഷുധേമയി എന്ന് നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിച്ചു. അഹം സർവസ്യ പ്രഭവഃ, എല്ലാത്തിനും പ്രഭാവം കൊടുക്കുന്നത് എന്റെ ചൈതന്യമാണ് എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ ഭഗവാനില്ലാതെ ഒന്നും തന്നെയില്ല. ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചവും ആധ്യാത്മിക പ്രപഞ്ചവും അതിലെ സർവചരാചരങ്ങളും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അല്ലെങ്കിൽ ആരുടേതാണ്? ഭഗവാന്റേതാണ്. സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് സ്വർണം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും അവശേഷിക്കുവോ? ഇല്ല. 24 കാരറ്റ് തങ്കാഭരണങ്ങളിൽ നിന്ന് തങ്കം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒന്നും തന്നെ അവശേഷിക്കില്ല. തോർത്തുമുണ്ടിൽ നിന്ന് നൂലുകള് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവോ? ശൂന്യം. അതുപോലെ ഈ പഞ്ചഭൂതങ്ങളായിട്ട് ഭവിച്ചതും ഭഗവാൻ തന്നെ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഭൗതിക പ്രപഞ്ചവും അതീന്ദ്രിയ വസ്തുക്കളെ കൊണ്ട് ആധ്യാത്മിക ലോകം സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെ. അതെല്ലാം 10-ാം അധ്യായത്തില് സംശ്ലേഷണ രൂപത്തില്, അനലിറ്റിക്കൽ രൂപത്തിൽ നല്ലപോലെ വിശദീകരിച്ചു. അതിനുശേഷം വിശ്ലേഷണ രൂപത്തില് സിന്തറ്റിക്കൽ, സിന്തലൈസ് എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ശാസ്ത്ര വിദ്യാർത്ഥികള് നല്ല പോലെ വിശകലനം ചെയ്യുന്ന 2 രീതികളാണ് ഭഗവാൻ അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി 5255 വർഷങ്ങൾക്ക് ശേഷം മുമ്പ് ഈ ഒരു സമ്പ്രദായത്തെ ഉണ്ടാക്കിയത്. തലനാരിര കീറിയിട്ടുള്ള അപഗ്രഥനാത്മകമായിട്ടുള്ള പഠനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സംശ്ലേഷണ രൂപത്തില്, സിന്തറ്റിക്കൽ രൂപത്തിൽ ആദ്യം പറഞ്ഞു കൊടുത്തു, ഞാൻ ഇന്നതിലുണ്ട്, ഞാൻ ഉണ്മ നൽകുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ 72ഓളം വസ്തുക്കളെ കുറിച്ച് നല്ലപോലെ വിശദീകരിച്ചു. എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോഴും, ഇപ്പൊ ഭാരതത്തിൽ എത്ര എയർപോർട്ട് ഉണ്ട്, വിമാനത്താവളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ചു മാത്രമേ പറയുള്ളൂ. കാരണം അത്രയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ
ഗൂഗിളിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 100 ചില്ലാനം കാണുമ്പോൾ നിങ്ങൾ അന്തം വിട്ടുപോകും. അതുപോലെ പ്രധാനപ്പെട്ട വസ്തുക്കളെ മാത്രം ഭഗവാൻ പറഞ്ഞു. എന്നിട്ടോ അർജുനന്റെ സ്വഭാവം നല്ല പോലെ അറിയാം. കാരണം 10-50 വർഷമായി ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നു. ഇപ്പൊ 70 വയസ്സായി രണ്ടുപേർക്കും മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത്. അപ്പോ ഇദ്ദേഹം ചെറിയ കാര്യങ്ങളെ കൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ യുക്തിയെ ബോധിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ അർജുനൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഗോവിന്ദൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ഗോവിന്ദൻ അർജുനന്റെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രേഷ്ഠ പദവി ലഭിക്കാനായിട്ട് എപ്പോഴും ഒരു വാഞ്ചയുണ്ട്, ത്വരയുണ്ട്. എനിക്ക് നേതാവണം, എനിക്ക് ലീഡർ ആവണം, എനിക്ക് ദ്രൗപദിയെ ലഭിക്കണം, എനിക്ക് ദുര്യോധനനെ കൊല്ലണം, എനിക്ക് രാജ്യത്തിന്റെ അധിപതിയാവണം. ഇങ്ങനെയുള്ള ഒരു നേതാവിന്റെ സ്വഭാവം രജോ ഗുണ സ്വഭാവിയായിട്ടുള്ള അർജുനനില് ഉണ്ടെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പതുക്കെ അദ്ദേഹത്തിന്റെ ആ ഗുണത്തെ തട്ടി ഉണർത്തി. എന്താ പറഞ്ഞത്? അർജുന, നീ വിശ്വരൂപത്തെ കണ്ടുകൊള്ളൂ. ഞാൻ തന്നെയാണ് സർവത്ര പ്രപഞ്ചത്തിലും, ആധ്യാത്മിക പ്രപഞ്ചത്തിലും ഭൗതിക പ്രപഞ്ചത്തിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. ഞാനില്ലാതെ ഒന്നുമില്ല. സ്വർണ്ണാഭരണങ്ങളില് സ്വർണം എത്ര പ്രകാരമാണ് അതിന്റെ അടിസ്ഥാനത്തെ വ്യവഹാരം ചെയ്യുന്നത്, അതുപോലെ എല്ലാ ഘടക വസ്തുക്കളിലും ഞാൻ നിറഞ്ഞു നിൽക്കുന്നു. ശരി, നാനാത്വത്തിൽ ഏകത്വം, അത് മനസ്സിലായി. ഇനി ഏകത്വത്തിൽ നാനാത്വം എപ്രകാരമാണ്? സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണം കാണാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് പോലീസുകാരനും മനസ്സിലാവും, ഏത് LKG കുട്ടിക്കും മനസ്സിലാവും. പക്ഷേ സ്വർണത്തിൽ സ്വർണ്ണാഭരണത്തെ കാണാൻ സാധിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ദിവ്യനേത്രങ്ങളെല്ലാം നൽകി ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, എന്നിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവയിലും സ്ഥിതി ചെയ്യുന്നു, അവ എന്നിലും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ നാനാത്വത്തിൽ ഏകത്വത്തെയും ഏകത്വത്തിൽ നാനാത്വത്തെയും രണ്ട് രീതിയിലും അന്വയ വ്യതിരേക രൂപം എന്ന് പറയും ശ്രീമദ് ഭാഗവതം അനുസരിച്ച്. രണ്ടിനെയും നല്ലപോലെ വിശകലനം ചെയ്തുകൊണ്ട് ഭഗവാൻ പറയുകയുണ്ടായി. ഇപ്രകാരം 11-ാം അധ്യായം ഉപസംഹരിച്ചത് അനന്യഭക്തിയോട് കൂടിയിട്ട് മാത്രമേ എന്നെ ഉപാസിക്കാൻ സാധിക്കുകയുള്ളൂ. അനന്യഭക്തി കൊണ്ട് മാത്രമേ എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ആളുകളും ജപിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, പത്മനാഭ ശരണം, അല്ലെങ്കിൽ ആറ്റുകാലമ്മേ ശരണം, കൊടുങ്ങല്ലൂരമ്മേ ശരണം, പാറമേക്കാവിലമ്മേ ശരണം. നോക്കൂ, ഇത് അനന്യഭക്തിയല്ല, അന്യഭക്തിയാണ്. ഒരു വീട്ടില് കിണർ കുഴിച്ച് വെള്ളം കാണണമെങ്കിൽ വളരെ താഴ്ചയില് ഒരെണ്ണം കുത്തിയാൽ മതി. അല്ലാതെ ഒരെണ്ണം, വടക്ക് ഭാഗത്തൊരെണ്ണം, തെക്ക് ഭാഗത്തൊരെണ്ണം, പടിഞ്ഞാറൊന്ന്, നടുവിലൊന്ന്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ അനേകം കുഴികൾ കുത്താമെന്നല്ലാതെ നിങ്ങളുടെ ജന്മം പാഴാക്കി കളയാമെന്നല്ലാതെ ആ അനന്യഭക്തി കൊണ്ട് അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി അഹം എന്ന് 9-ാം അധ്യായത്തിൽ നമ്മൾ നല്ലപോലെ പഠിക്കുകയുണ്ടായി. അതായത് നമ്മുടെ മനസ്സും ചിത്തവും എല്ലാം ഭഗവാന് അർപ്പണം ചെയ്തുകൊണ്ട്, ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതനായിക്കൊണ്ട് ആരാണോ എന്നെ ഉപാസിക്കുന്നത്, ഞാൻ അവരിലും നിൽക്കുന്നു, അവർ എന്നിലും നിൽക്കുന്നു, അവർക്കെന്നെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും, അവർക്കെന്നെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള പരമ ഭക്തന്മാരാണ് ഭഗവാനെ ദർശിച്ചിട്ടുള്ളത്. വില്യമംഗലത്തിന്റെയും പൂതാനത്തിന്റെയും പട്ടത്തിരിപ്പാടിന്റെയും എല്ലാ കഥകളും, കുറൂരമ്മയുടെയും മീരാബായിയുടെയും എല്ലാ കഥകളും നിങ്ങൾക്കറിയാം. അവർക്ക് എന്താണ് ദർശിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് അനന്യഭക്തിയില്ല, അന്യഭക്തിയാണ്. ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകും, എന്തെങ്കിലും ഒരു അസുഖത്തിന് 2-3 ദിവസം നമ്മൾ നല്ല രീതിയിൽ മരുന്നെല്ലാം കഴിക്കും, മാറുന്നില്ല, ഉടനെ തന്നെ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോകും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയക്ലിപ്തത നോക്കാതെ ആരാണ് അന്യഭക്തിയിലേക്ക് പോകുന്നത്, അന്യഭാവത്തിലേക്ക് പോകുന്നത്, അവർക്ക് ഭഗവാനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഭക്ത്യാ തുനന്യയാ ശക്ത്യാ അഹമേവം വിദാർജുന ജ്ഞാതും ദൃഷ്ടും ന തത്വേന പ്രവേഷ്ടും ച പരന്തവ. അലയോ അർജുന, ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ, എന്തും ചെയ്യാൻ സാധിക്കുന്നവനെ, വീര ധീര, നിനക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെ? അനന്യഭക്തി കൊണ്ട്, എന്നെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിച്ചുകൊണ്ട്. ഇത് പറഞ്ഞപ്പോൾ ശരി, അർജുനന്റെ മനസ്സിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തകളെല്ലാം വന്നു. എനിക്കും പ്രാപിക്കണം, കാരണം ക്ഷത്രിയനാണ്. ക്ഷത്രിയന് എപ്പോഴും ആ ഉന്നത പദവി ആഗ്രഹിക്കുന്നവനാണ്. എല്ലാതും വാരിക്കൂട്ടുവാൻ, എല്ലാതും സമാഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഗതിയാണ്. രാജ്യം വിസ്തൃതമാവണം, ഭണ്ഡാരം വിസ്തൃതമാവണം, ഗോശാലകള്, ഗോക്കള്,
അങ്ങനെ കൃഷി എല്ലാം വിസ്തൃതമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ക്ഷത്രിയൻ. അർജുനന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കണം, ആ പരമപദത്തെ എത്തിച്ചേരണം, ശ്രേയസിനെ പ്രാപിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം അർജുനന്റെ മനസ്സിലുണ്ടായി. എന്നാലോ ഭഗവാൻ അടുത്തതായിട്ടുള്ള പറഞ്ഞിട്ടുള്ള വാക്യത്തെ അർജുനൻ വീണ്ടും വിശകലനം ചെയ്തു. എന്താ പറഞ്ഞത്? അവസാനം ഒരു പഞ്ചവത്സര പദ്ധതി 5 കാര്യങ്ങൾ പറഞ്ഞു. മത് കർമ്മഹ, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ, അല്ലെ? കർമ്മഫലാസക്തി വെടിഞ്ഞുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ട്, കല്യാണത്തിന് വേണ്ടിയിട്ട് നീ കർമ്മം ചെയ്യൂ. കൃത് മത് പരമഹ, എന്നെ പരമനായിട്ട്, എന്നെ ശ്രേഷ്ഠനായിട്ട് കണ്ടുകൊണ്ട്, എന്നെ പരമാത്മാവായിട്ട് കണ്ടുകൊണ്ട്, എന്നെ സർവലോക മഹേശ്വരനായിട്ട് കണ്ടുകൊണ്ട് നീ കർമ്മങ്ങൾ ചെയ്യൂ. മത് ഭക്ത, പരമപ്രേമത്തോടു കൂടിയിട്ട് എന്നെ ഉപാസിക്കൂ, എന്റെ ഭക്തനാവൂ, എല്ലാ കാര്യത്തിലും എന്നെ ചിന്തിക്കൂ. സംഘവർജിത, ഒട്ടലില്ലാതെ കർമ്മങ്ങൾ ചെയ്യൂ, അല്ലെ? ഒന്നിലും അമിതമായിട്ട് ഒട്ടലില്ലാതെ കാര്യങ്ങൾ ചെയ്യൂ. നിർവൈര സർവഭൂതേഷു, സർവചരാചരങ്ങളിലും വൈര്യമില്ലാതെ എപ്പോഴും ആ സാത്വികമായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ട്. സമം സർവേഷു ഭൂതേഷു, അല്ലെങ്കിൽ എനിക്ക് ആരോടും പ്രിയമോ സ്നേഹമോ കൂടുതൽ എന്നല്ല, ഭഗവാന്റെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് എപ്പോഴും ഈ രീതിയിൽ ചെയ്യൂ. അവൻ യസ്യമാമേതി പാണ്ഡവാലയോ, പാണ്ഡുപുത്രനായ അർജുന, അവൻ എന്നെ പ്രാപിക്കും, തീർച്ചയായിട്ടും അവന് എന്നിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും, അവൻ പരമമായിട്ടുള്ള ധാമത്തെ പ്രാപിക്കും എന്നെല്ലാം പറഞ്ഞു. ഇത് അർജുനനില് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കി. കാരണം ആദ്യം പറഞ്ഞു അനന്യഭക്തി, എന്നെ ശ്യാമസുന്ദര രൂപത്തില് അല്ലെങ്കിൽ വിരാട് സ്വരൂപത്തിൽ നീ എന്നെ ആരാധിക്കൂ. പിന്നെ പറഞ്ഞു സാരില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? സർവചരാചരങ്ങളിലും എന്നെ കണ്ടുകൊണ്ട് നീ നല്ലപോലെ ഉപാസിക്കൂ, അങ്ങനെയും പറഞ്ഞു. അപ്പോ അർജുനൻ വിചാരിച്ചു, ഭഗവാനെ ഏതു രൂപത്തിലാണ് ആചരിക്കേണ്ടത്, ഏതു രൂപത്തിലാണ് ആരാധിക്കേണ്ടത്? 5200 വർഷങ്ങൾക്ക് മുന്നുള്ള ഈ ഒരു തർക്കം ഇന്നും ബ്രഹ്മസമടങ്ങളിലും ദേവസമടങ്ങളിലും ആൽത്തറകളിലും ചായക്കടകളിലും എന്ന് വേണ്ട സത്സംഗത്തിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ചിലപ്പോൾ നിങ്ങളുടെ സത്സംഗത്തിലും ഈ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടാവും. ഭഗവാനെ സാകാര ഉപാസന, അതായത് ഭഗവാന് രൂപമുണ്ട്, ശ്യാമസുന്ദര രൂപമോ അല്ലെങ്കിൽ ചതുർഭുജ രൂപമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപമോ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ പ്രതീകമായിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്നതാണോ നല്ലത്? അല്ല, ഭഗവാന് ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും. അല്ല, ഭഗവാന് രൂപമില്ല, അവ്യക്തനാണ്, നിരാകാരനാണ്. വേദങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ഉപനിഷത്തുകളിൽ പറയുന്നുണ്ടല്ലോ, നാരായണത്തിൽ പറയുന്നുണ്ടല്ലോ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കും. ഇതിന് നിരാകാര ഉപാസന. ഇപ്രകാരം സാകാര ഉപാസന ചെയ്യുന്ന നമ്മളെ പോലുള്ള വൈഷ്ണവ ഭക്തന്മാരും സഗുണ ഉപാസകരും ഭഗവാന് രൂപമില്ല, ഭഗവാൻ അവ്യക്തനാണ്, ശൂന്യനാണ്, ഏത് രൂപവും സ്വീകരിക്കാനായിട്ട് സാധിക്കും. സത്യത്തില് നിരാകാര നിർഗുണ എന്നൊക്കെ പറയുമ്പോ സത്യത്തിലെ എന്താ വിചാരിക്കേണ്ടത്? അതീന്ദ്രിയനാണ്, നമ്മളെ പോലുള്ള ഒരു വ്യക്തിയല്ല. അത് നമുക്ക് ഉപദേശാമൃതം, ഈശാവാസ്യ ഉപനിഷത്ത്, ഭക്തിരസാമൃത സിന്ധു തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഭഗവത്ഗീതയോ ഭാഗവതമോ ഒന്നും പഠിച്ചത് കൊണ്ട് അത്ര മനസ്സിലാവില്ല. അതിന് നിങ്ങൾ ഭക്തിശാസ്ത്രീയ ഭക്തി വൈഭവ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ ബുദ്ധിക്ക് അതിനെ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഭഗവാന് രൂപം പോലെയുള്ള വൃത്തികെട്ട രൂപമല്ല. ബാഹ്യവസ്തുക്കളെ കൊണ്ട് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ജീർണിക്കുന്ന വസ്തുക്കളെ കൊണ്ട്, ക്ഷയം സംഭവിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ഉണ്ടാകുന്ന രൂപമല്ല. അതാണ് നിരാകാരഃ എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ആളുകൾ വിചാരിച്ചു എന്താണ്? ഭഗവാന് രൂപമില്ല. യോഗികള് അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തന്മാര് അല്ലെങ്കിൽ ഗോസ്വാമിമാര് അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടുള്ള കവികള്, ഋഷികള്, മഹർഷിമാരൊക്കെ എന്താ പറഞ്ഞേക്കണത്? നിരാകാരഃ, അവ്യക്തഃ എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പോലുള്ള രൂപമല്ല, മറിച്ച് അതീന്ദ്രിയനാണ്. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങളുടെ ശരീരം വേറെ, നിങ്ങളുടെ മനസ്സ് വേറെ, നിങ്ങളുടെ ബുദ്ധി വേറെ, നിങ്ങളുടെ കണ്ണ് വേറെ, നിങ്ങളുടെ ചെവി വേറെ, അല്ലെ? നിങ്ങളുടെ ആത്മാവ് വേറെ, നിങ്ങളുടെ പരമാത്മാവ് വേറെ. പക്ഷെ ഭഗവാന്റെ സകലതും ഒന്ന് തന്നെയാണ്. അതാണ് നിരാകാരഃ, അവ്യക്തഃ എന്നൊക്കെ പറയുന്നത്. പക്ഷെ തെറ്റിദ്ധരിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മള് പദാർത്ഥത്തിന്റെ പിന്നാലെ പോയി, ഭാവാർത്ഥത്തിന്റെ പിന്നാലെ പോയില്ല. അപ്പൊ ആരാണ് ഇതെല്ലാം വിശകലനം ചെയ്ത് നല്ല പോലെ പഠിക്കുന്നത്? അവന്
ഈ നിരാകാരം, അവ്യക്തം എന്നതിന്റെ പദങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അർജുനന്റെ ആശയക്കുഴപ്പത്തോട് കൂടിയിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയമായിട്ടുള്ള എന്നാലോ ഏറ്റവും ചെറിയ അധ്യായമായ വെറും 20 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാനെ എപ്രകാരമാണ് പരമപ്രേമത്തോടു കൂടിയിട്ട് ആരാധിക്കേണ്ടത്. ഭക്തി. എല്ലാവരും പറയും, അയ്യോ എന്റെ ഭർത്താവ് വളരെ ഭക്തനാണ്, എന്റെ ഭാര്യ വളരെ വലിയ ഭക്തിയാണ്, എന്റെ നാത്തൂൻ, എന്റെ മരുമകള്, എന്റെ പേരക്കുട്ടി, അത് ഇവരെന്നൊക്കെ പറയും. അവരുടെ കാഴ്ചപ്പാടില് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും കുറി തൊടുകയും പല പല മഞ്ഞക്കുറി, പച്ചക്കുറി, നീലക്കുറി, അതുപോലെ തന്നെ പൊങ്കാലയിടാൻ പോകുക, എല്ലാ മാസവും 1-ാം തീയതി അമ്പലത്തിൽ പോകുക, ഇവരെയാണ് നമ്മുടെ സങ്കല്പത്തില് ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന് പറയുന്നത്. പക്ഷെ ഭക്തിരസാമൃത സിന്ധു ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മള് നല്ലപോലെ അപഗ്രഥിച്ച് പഠിക്കുന്ന സമയത്ത് വിചാരിക്കും ഇതൊന്നല്ല ഭക്തി. ഭക്തിയുടെ നിർവചനം കൊടുക്കുന്നത് വേറെ രീതിയിലാണ്. ഋഷിഗാണാം ഋഷികേശ സേവഹ ഭക്തിരുത്തമഹ. മനസ്സുകൊണ്ട് ചെയ്യുന്നത് നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും സമർപ്പിച്ചുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ ദാതാവായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ട് ഭഗവത് ഭക്തിയുടെ സേവനം ചെയ്യുന്നത്, അതാണ് ഭക്തി. പരമപ്രേമം. എന്നെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, എന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിനാണ്, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്, ഞാനൊരു വാടകക്കാരനാണ്. ഇങ്ങനെ നിങ്ങള് ഭക്തിരസാമൃത സിന്ധു വായിക്കുമ്പോഴാണ് ഭക്തിയുടെ നിർവചനങ്ങളും ഡെഫിനിഷൻ, ഭക്തി എന്താണെന്നും മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഭക്തന്മാരുടെ അംബരീഷ മഹാരാജാവ്, അതുപോലെ തന്നെ പ്രഹ്ലാദ മഹാരാജാവ്, കുന്തി ദേവി, പാഞ്ചാലി, അർജുനൻ, മറ്റു പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചിട്ടെല്ലാം നമ്മൾ പഠിക്കുമ്പോ ശരിയാണ്, നോക്കൂ, സകല ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു, ഇത് തന്നെ ഭക്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ അവിടെ വഴിപാട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പലതരം കുറികൾ തൊടുന്നതോ പലതരം മാലകൾ ധരിക്കുന്നതോ ഇതൊന്നല്ല ഭക്തിയുടെ ഇത്. അല്ലെങ്കിൽ നട തുറക്കുന്ന സമയത്ത് വെളിച്ചപ്പാടിനെ പോലെ റിമി ടോമിയെ പോലെ ഇതൊന്ന് വിറയ്ക്കുന്നതോ അല്ല ഭക്തി. ഭക്തിയുടെ കാഴ്ചപ്പാട് വേറെയാണ്. ഭഗവാനോടുള്ള പരമപ്രേമമായിട്ടുള്ള ആ ഇഷ്ടം, സ്നേഹം, നിങ്ങളുടെ കാമുകിയെ പോലെ, കാമുകനെ പോലെ, നിങ്ങളുടെ ചെറിയ കുട്ടിയെ പോലെ എപ്രകാരമാണ് നിങ്ങൾ ഹൃദയതുല്യമായിട്ട് യാതൊന്നും തന്നെ ആഗ്രഹിക്കാതെ നിങ്ങളുടെ 6 മാസമായിട്ടുള്ള ഒരു കുട്ടിയോട് അല്ലെങ്കിൽ 1 വയസ്സായിട്ടുള്ള കുട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് തിരിച്ചു പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിനെ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? ആ കുട്ടിയെ കുളിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉടുപ്പിടിക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. അതുപോലെ ആയിരിക്കണം വിഗ്രഹാരാധന. ഒന്നും പ്രതീക്ഷിക്കരുത്. അതിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തില് ഭഗവാൻ വിശദീകരിക്കുന്നത്. കാരണം വിരാട് സ്വരൂപത്തെ കണ്ടു, ചതുർഭുജ രൂപത്തെ കണ്ടു, ശ്യാമസുന്ദര രൂപത്തെ കണ്ടു, അതീന്ദ്രിയ ജ്ഞാനമെല്ലാം ഗ്രഹിച്ചു. ഇനി പതുക്കെ പതുക്കെ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് എവിടേക്ക് എത്തി? ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് എത്തി. ആദ്യം 1-ാം അധ്യായത്തിൽ ആരായിരുന്നു? സുഹൃത്തുക്കള്, മിത്രഭാവത്തിലായിരുന്നു. 2-ാം അധ്യായത്തിലാകട്ടെ ശിഷ്യതേ അഹം ഷാദിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ശിഷ്യനാണ്, അങ്ങ് ഗുരുവാണ്, എന്നെ നല്ലപോലെ ശാസിച്ചു ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഗുരുശിഷ്യ ബന്ധത്തിലായി. പക്ഷെ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് ഇദ്ദേഹം തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ സമ്മതിക്കുകയും ചെയ്തു, അംഗീകരിക്കുകയും ചെയ്തു. അല്ലെ, നമ്മൾ കണ്ടു. അർജുനൻ തന്നെ തുറന്നു പറഞ്ഞു, അങ്ങ് തന്നെയാണ് എല്ലാം, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അങ്ങ് തന്നെയാണ്, എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എന്റെ തെറ്റുകൾ പൊറുക്കണമേ എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ അർജുനൻ വികാരം കൊണ്ട് കരയുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ അവസാനത്തെ ഈ ഭക്ത്യാതുനന്യയാ ശക്യ അനന്യാശ്ചിന്തയന്തോ മാം, ഇതെല്ലാം അർജുനനില് ചെറിയ ഒരു സംശയത്തെ, ജിജ്ഞാസുവെ ഉണർത്തി. കാരണം അധാതോ ബ്രഹ്മ ജിജ്ഞാസ ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട സദ്ഗുണങ്ങളിൽ ഒന്നാണ്. അല്ലാതെ വെറുതെ കേട്ട് അത് പഠിച്ചു പോയി യാതൊരു സംശയമില്ല, എല്ലാം അംഗീകരിച്ചു, ശരി തന്നെയാണ്. അപ്പൊ ആ ചോദ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ 12-ാം അധ്യായം ഭക്തിയോഗം ആരംഭിക്കുന്നത്. ഏവം സതതയുക്താദേ ഭക്ത്വാംസ്താം പര്യുപാസതേ യേ ചാഭ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഹ. അല്ലയോ യോഗേശ്വര, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, ഗോവിന്ദ, ഇപ്രകാരം അങ്ങ് പറഞ്ഞുല്ലോ, അനന്യ ചിന്ത കൊണ്ട്, അനന്യഭക്തി കൊണ്ട് എന്നെ പ്രാപിക്കാമെന്ന്. ഇപ്രകാരം ഞാൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അങ്ങയുടെ ശ്യാമസുന്ദര രൂപം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ആ പരിശുദ്ധ
ഭക്തൻ ചെയ്യുന്ന ഉപാസനയാണോ നല്ലത്? അല്ല, ഭഗവാന് രൂപമില്ല എന്ന് വിചാരിച്ച് അവ്യക്തിഗതവാദികള് അല്ലെങ്കിൽ നിരാകാര ഉപാസന ചെയ്യുന്ന ഭക്തന്മാര് ചെയ്യുന്ന ധ്യാനമാണോ നല്ലത് എന്ന് ചോദിച്ചു. അല്ലെ? നല്ല ചോദ്യമാണ് അർജുനന്റെ. ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് ഉത്തരം പറയാനായിട്ട് ആരംഭിച്ചു. കാരണം ഭഗവാന് മനസ്സിലായി അർജുനൻ കുറച്ച് ചിന്താവിഷ്ടനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാനും പാടില്ല, അദ്ദേഹത്തിന് വിഷമിപ്പിക്കാനും പാടില്ല. വളരെ ഒരു രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ ഭഗവാൻ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചു, പച്ചന്ത്യാത്മകാരണാത്, നീ നിന്റെ ബന്ധുമിത്രാദികൾക്കും നിന്റെ സർവ്വചരാചരങ്ങൾക്കും കൊടുക്കാതെ നീ തന്നെ പാകം ചെയ്ത് എനിക്ക് പോലും നിവേദിക്കാതെ കഴിക്കുകയാണെങ്കിൽ നീ വളരെയധികം പാപമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മാർക്സിസ്റ്റുകാരുടെ സിദ്ധാന്തം. അതെ. അതിനുശേഷം പരിതസ്ഥിതി പ്രവർത്തകനായിട്ട് നമുക്ക് കാണിച്ചു തന്നു. സർവചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുക. കാളിയനെ മർദ്ദിച്ചു, കാരണം നദിയിലെ വിഷം കലർത്തുന്നത് കൊണ്ട്. അങ്ങനെ പല പല ലീലകളെ കൊണ്ട് ഏറ്റവും വലിയ പരിതസ്ഥിതി പ്രവർത്തകൻ ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് കാണിച്ചു തന്നു. പാണ്ഡവരുടെയും ആ കൗരവരുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് മിതഭാഷ, ഒരു മീഡിയേറ്റർ എങ്ങനെയായിരിക്കണമെന്ന്, ദൂതൻ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തന്നു. ഒരു പുത്രൻ, ഒരു സഹോദരൻ, ഒരു ഭർത്താവ്, ഒരു അളിയൻ തുടങ്ങി സർവ്വമേഖലകളിലും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഭഗവാൻ നമുക്ക് ലീലകളിൽ കൂടെ, ഉദാഹരണത്തിൽ കൂടെ കാണിച്ചു തന്നു. ഇവിടെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം, നിരാകാര ബ്രഹ്മവാദികൾ എന്നെ ഉപാസിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, അവർക്ക് മുക്തി കൊടുക്കണം, അവരെയും വൈകുണ്ഠ ലോകത്തിലെത്തിക്കണം. അതേസമയം തന്നെ എന്റെ ഗുരുവായൂരപ്പന്റെ രൂപത്തിലോ അല്ലെങ്കിൽ എന്നെ ചെറിയ ലഡുഗോപാലിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ശ്യാമസുന്ദര രൂപത്തിലോ വേറെ ഏതെങ്കിലും രൂപത്തിൽ എന്നെ ഉപാസിക്കുന്നവരുണ്ട്, അവർക്കും മോക്ഷം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാനായിട്ട് ഭഗവാൻ ആഗ്രഹമില്ല. കാരണം എന്താണ്? നമ്മുടെ എല്ലാം പിതാവാണ് അദ്ദേഹം, നമ്മുടെ എല്ലാം മുത്തച്ഛനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഏത് കുട്ടി എന്ത് ചോദിച്ചാലും മുത്തച്ഛൻ എന്ത് പറയും? അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. മുത്തച്ഛൻ അവള് അങ്ങനെ പറയുന്നു, അത് ഒന്നും അങ്ങനെയല്ല, നീ പറയണതാ ശരി എന്ന് പറയും. ഈ കുട്ടി പോയിട്ട് വേറെ കുട്ടി വന്നാലോ, നീ പറയണതാ ശരി എന്ന് പറയും. കാരണം മുത്തച്ഛന് കുട്ടികളൊന്നും വിഷമിപ്പിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് നിരാകാര ബ്രഹ്മവാദികളെ കുറിച്ചും അതുപോലെ തന്നെ സഗുണ ഉപാസന ചെയ്യുന്ന സകാരവാദികളെ കുറിച്ചിട്ടും പറയുന്നു. എന്നാലോ അതിലൊരു വ്യത്യാസം ബുദ്ധിയുള്ള നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ ഗോസ്വാമിമാരും ശ്രീല ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരും ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാൻ ഉവാച, ഐശ്വര്യാദി സദ്ഗുണ സമ്പന്നൻ, സച്ചിദാനന്ദ സ്വരൂപൻ, ആധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും സൃഷ്ടാവ്, സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി, സർവചരാചരങ്ങളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, എവിടെയാണ് നിലനിൽക്കുന്നത്, എവിടേക്ക് തന്നെയാണ് ചെന്ന് ചേരേണ്ടത്, ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, മയ്യാ വേശ്യമനോ യേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേദ അർജുന, എന്റെ അഭിപ്രായം എന്താണെങ്കിൽ നോക്കൂ, ഭഗവാൻ ഒരിക്കലും ഇത് ഞാൻ പറയുന്നതാണ് നീ അംഗീകരിച്ചേ മതിയാവൂ, അങ്ങനെയുള്ള യാതൊരു ധാർഷ്ട്യമോ ധിക്കാരമോ അല്ലെങ്കിൽ അന്യമതങ്ങളെ പോലെ തന്നെ ഇത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ നീ പാപം അനുഷ്ഠിക്കും, നീ നരകത്തിൽ പോകും, നീ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, അങ്ങനെ ഒരു കാഴ്ചപ്പാട് സനാതന ധർമ്മത്തിനില്ല, ഭഗവാനുമില്ല, മഹർഷിമാർക്കുമില്ല, വേദവ്യാസ മഹർഷിക്ക് തീരെയില്ല. അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ശ്രേഷ്ഠത. ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പലരും മതം മാറി പോകുന്നത് തന്നെ. മറ്റുള്ള മതങ്ങൾക്കുള്ള ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ആ അന്ധവിശ്വാസം അല്ലെങ്കിൽ ഇന്നത് ചെയ്തേ മതിയാകൂ, റോട്ടിൽ വെള്ളിട്ടുള്ള ആൾക്കാർ ചെയ്യണ നിൽക്കണ കാണാം, അല്ലെങ്കിൽ അവരുടെ ആദ്യമേ തന്നെ വാക്കുകൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പാപികളെ വരൂ. ആലോചിച്ച് നോക്കൂ, നമ്മളെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് പാപികളെ വരൂ, നിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ ഞങ്ങളുടെ പിതാവ് തയ്യാറാണ്. നമ്മുടെ പാപമെല്ലാം ഏറ്റെടുക്കുന്ന ഒരു പിതാവ് മഹാപാപിയായിരിക്കില്ലേ? നമ്മൾ പാപിയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള ആ പിതാവ് മഹാപാപിയാവണ്ടേ? അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് സനാതന ധർമ്മത്തിനില്ല. കാരണം എന്താണ്? അനഘ പാപരഹിത ഭരതോത്തമ ഉത്കൃഷ്ടനായവനെ, ഇവിടെ ഭഗവാന്റെ അഭിസംബോധനകൾ നമ്മൾ നോക്കണം. അതുകൊണ്ട് ആരും തന്നെ പാപിയല്ല. എങ്ങനെ പാപിയാവുന്നത്? സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമല്ലേ നമ്മുടെ ഹൃദയത്തില് പരമാത്മാവായിട്ടിരിക്കുന്നത് അദ്ദേഹമല്ലേ? നമ്മൾ പാപിയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെയും ബാധിക്കില്ലേ? നിങ്ങളുടെ പാപം ഓരോ
കിലോ വീതം അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പാപികൾ എത്രയുണ്ടാവും? ഇന്ത്യയിലെ പാപികൾ എത്രയുണ്ടാവും? ലോകത്തിൽ എത്ര പാപികൾ ഉണ്ടാവും? ഒരു 500 ടൺ അദ്ദേഹത്തിന്റെ തലയിൽ വരില്ല. അദ്ദേഹത്തിന് എന്ത് നടക്കാൻ പറ്റൂ? അപ്പൊ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സച്ചിദാനന്ദ സ്വരൂപന്മാരാണ്. പക്ഷെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കൊണ്ട്, സത്വരജോ തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ അതിൽ ഒന്ന് മുഴുകിയിട്ട് കുറച്ച് അഴുക്ക് നമ്മുടെ മേത്ത് പറ്റി, അത് കഴുകിക്കളയാം. അത് വന്നു ചേർന്നതാണ്, വസ്ത്രത്തിലുള്ളതല്ല. കടയിൽ നിന്ന് വസ്ത്രത്തിൽ വാങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് പോവില്ല. പക്ഷെ നിങ്ങൾ എടുത്തിരുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്നു, അല്ലെങ്കിൽ ആ കുമ്മായത്തിൽ ചാരി, ചുമരുമ ചാരി, അത് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. അതിനുള്ള ബ്രഹ്മവിദ്യയാണ്, യോഗശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ വന്നു ചേർന്നതിനെ എല്ലാത്തിനെയും നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും, പക്ഷെ ഉള്ളതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്രകാരം ഭഗവാൻ ഇവിടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞു, അർജുന, ആരാണ് എന്നില് ചിത്തം ഊന്നിക്കൊണ്ട് സദാസമയവും എന്നില് ഭക്തിയോട് കൂടിയിട്ട് എന്നെ ചിന്തിച്ചുകൊണ്ട്, എന്നെ സ്മരിച്ചുകൊണ്ട്, എന്നെ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരാണ് ചെയ്യുന്നത്, അവൻ തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കും. എന്നാലോ അപ്പൊ അർജുനൻ ചോദിച്ചു, മറ്റുള്ളവരുടെ കാര്യം എന്താണ്? അവ്യക്തമായിട്ട്, ആരാണ് നിരാകാരമായിട്ട്, അങ്ങേക്ക് രൂപമൊന്നുമില്ല, അങ്ങേക്ക് ഏത് രൂപവും സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇന്ന ഗുരുവായൂരപ്പന്റെ രൂപത്തിലോ ചതുർഭുജ രൂപത്തിലോ ശ്യാമസുന്ദര രൂപത്തിലോ ഒന്നല്ല, അങ്ങ് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും. അതുകൊണ്ട് എനിക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒന്നിനെയും അംഗീകരിക്കുന്നില്ല എന്ന മനസ്സോട് കൂടിയിട്ട് ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? ഭഗവാൻ വളരെ ബുദ്ധിപരമായിട്ട്, നേരത്തെ പറഞ്ഞ മാറ്റി ഡിപ്ലോമാറ്റിക് ആയിട്ട് അർജുനനോട് പറയാനായിട്ട്. കാരണം അർജുനനെ ഇപ്പൊ തളർത്താൻ പറ്റില്ല. അർജുനൻ ഏത് രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്? കാരണം 10-12 വർഷം അദ്ദേഹം കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും കീഴ് വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം അഭ്യസിച്ചവനാണ്. അവരെന്താ പറഞ്ഞു കൊടുത്തേക്കണമെന്ന് ഭഗവാൻ അറിയില്ല. കാരണം പരമാത്മ സ്വരൂപിയായിട്ട് ഭഗവാൻ എന്റെ ഹൃദയത്തിലുണ്ട്, അവ്യക്ത രൂപത്തിൽ നീ ധ്യാനിച്ചോളൂ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആശയക്കുഴപ്പമുണ്ടാവും, ഗുരുവിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഭഗവാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ ഉത്തരം പറയാനായിട്ട് ആരംഭിച്ചു. എന്താ ഭഗവാൻ പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാച ഏത്വക്ഷരമനിർദ്ദേശം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥാമജലം ധ്രുവം സംനിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരദാഃ. അല്ലയോ അർജുന, സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട്, സംനിയമേന്ദ്രിയഗ്രാമം, ആ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവിയാകുന്ന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും, കയ്യ്, കാല്, വായ, വിസർജനേന്ദ്രിയം, ഉൽപാദനേന്ദ്രിയം, പായൂപസ്തു, ഇവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, 11ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള അന്ധകരണമായിട്ടുള്ള മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, ആരാണോ സർവജീവജാലങ്ങളുടെയും നന്മയില്, കല്യാണത്തിന് വേണ്ടിയിട്ട്, അവയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്നെ ഉപാസിക്കുന്നത്, അവരെയെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട്, ചുറ്റുമുള്ളതിന് എല്ലാം എന്റേതാണ്, എല്ലാത്തിലും ഭഗവാനുണ്ട്, എല്ലാത്തിലും ഭഗവാന്റെ അംശമുണ്ട്, എന്റെ പോലെ തന്നെയാണ് അതും, ആ രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ അതൊരു ജീവാത്മാവാണ്, ഞാനും ഒരു ജീവാത്മാവാണ്. അതിന്റെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്, എന്റെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്. ഞാൻ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനെയാണ് ഉപദ്രവിക്കുന്നത്, ഭഗവാന്റെ ഒരു മകനെയാണ്, എന്റെ സഹോദരനെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണോ സർവവ്യാപിയും അചിന്യവും അവ്യക്തവുമായിട്ടുള്ള എന്നെ ഉപാസിക്കുന്നത്, അവനും എന്റെ അടുത്ത് വരുന്നു. നോക്കൂ ഭഗവാന്റെ പ്രസ്താവന അല്ലെ. ഇപ്പൊ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകണം, എത്രയോ വഴികളുണ്ട്. ഏതെങ്കിലും ഉപാധികളിൽ കൂടെ എനിക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത് പോവാം, കാറിൽ പോകാം, ട്രെയിനിൽ പോവാം, സൈക്കിളിൽ പോകാം, നടന്നു പോകാം. പല പല വഴികളിൽ കൂടെ നമുക്ക് ആ ക്ഷേത്രത്തിൽ എത്താനായിട്ട് സാധിക്കും. അതുപോലെ ആ പരമപദ പ്രാപ്തിയിലേക്ക്, അല്ലെങ്കിൽ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ ആചാര്യന്മാര് പല പല മാർഗങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും മറ്റു കാര്യങ്ങളുടെയും അനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കാരണം ഓരോരുത്തരുടെയും മനസ്സും ബുദ്ധിയും ചിത്തവും എല്ലാം എന്താണ്? വ്യത്യസ്ത രീതികളിലാണ്. ഒരാളുടെ പോലെ ആയിരിക്കില്ല മറ്റൊരാള്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ഭഗവാനെ പ്രാപിക്കാമെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. പക്ഷെ എന്താണ് വ്യത്യാസം? അർജുനൻ ചോദിച്ചു, എനിക്ക് ഏതാണ് നല്ലത്? അങ്ങ് പറയൂ നിശ്ചിതമായിട്ട്, അല്ലാണ്ട് അതും നല്ലതാണ് ഇതും നല്ലതാണ്. 12ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു കുട്ടി ചെന്നിട്ട്, പ്രഭു എനിക്ക് ഏത് കോഴ്സാണ് നല്ലത്? എഞ്ചിനീയറിംഗ് ആണോ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ആണോ നല്ലത്, അല്ലെങ്കിൽ പോലീസ് ആണോ പട്ടാളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആദ്യകാലത്ത് ഞാൻ പറയും പോലീസാണ് കേട്ടോ നല്ലതെന്ന് പറയും. ഉച്ചയ്ക്ക് ഞാൻ അല്ലല്ല നീ മിലിറ്ററിയിൽ ചേർന്നോളൂ. വൈകുന്നേരം പറയാം അല്ല നീ ഡോക്ടർ ആവെന്ന് പറഞ്ഞു. എന്റെ പ്രഭു ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയൂ, പ്രഭു എനിക്ക് എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ് നിശ്ചിതമായത്. അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ ഗുണഗണങ്ങൾ അനുസരിച്ച് ആ കുട്ടിയുടെ യോഗ്യത അനുസരിച്ച് പറയും. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു, അർജുന, സാമാന്യ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരമായിട്ടുള്ള പ്രവൃത്തിയാണ് നിരാകാര ഉപാസന. കാരണം അവരുടെ മനസ്സെല്ലാം കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇരിക്കും. അവർക്ക് ഭഗവാനെ എങ്ങനെ ധ്യാനിക്കുവാനായിട്ട് സാധിക്കും? രൂപത്തിനെ തന്നെ ധ്യാനിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് രൂപമില്ലാത്തൊരു വസ്തുവിനെ ധ്യാനിക്കുന്നത്? അല്ല, ലോകത്തിൽ രൂപമില്ലാത്ത ഏതെങ്കിലും വസ്തു ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. ഈ വായുവിന് രൂപമുണ്ട്, വെള്ളത്തിന് രൂപമുണ്ട്, സകലത്തിനും രൂപമുണ്ട്. അപ്പൊ പിന്നെ ഭഗവാന് രൂപമില്ലാതിരിക്കൂ? അതുണ്ട്. അതുകൊണ്ട് എപ്പോഴും സഗുണാഭാസനയാണ്, വിഗ്രഹാരാധനയാണ് നല്ലത്. ഭഗവാന് രൂപമുണ്ടെന്ന് കരുതി ആ ഒരു വിഗ്രഹം വിശേഷേണ ഗ്രാഹയതി ഇതി പ്രതീക വിഗ്രഹ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ പ്രാപിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു രൂപത്തെ ഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ വിഗ്രഹം എന്ന് പറയുന്നു. വിശേഷേണ ഗ്രാഹയതി. അതാണ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ വരും. ഒരു വസ്തുവിന്റെ രൂപം പറഞ്ഞ ഉടനെ തന്നെ അതിന്റെ രൂപം വരും. ശരിയല്ലേ? മൊബൈല്, ഏതെങ്കിലും ഒരു മൊബൈലിന്റെ രൂപം വന്നു. തീപ്പെട്ടി അല്ലെ, അല്ലെങ്കിൽ മൈക്രോഫോൺ, അല്ലെങ്കിൽ കാറ്, തീവണ്ടി, പ്ലെയിൻ, വന്ദേമാതര, അല്ലെങ്കിൽ മോദി, അല്ലെങ്കിൽ അമിത്ഷാ, അല്ലെങ്കിൽ പിണറായി വിജയൻ, ഉടനെ തന്നെ അവരുടെ രൂപം നിങ്ങളുടെ മനസ്സിലപ്പതെത്തും. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഭഗവാന്റെ രൂപവും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അല്ലെങ്കിൽ ശൂന്യതയെ നിങ്ങൾ എപ്രകാരമാണ് ആരാധിക്കുന്നത്? ക്ലേശോ ദിഗതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹിഗതിർ ദുഃഖം ദേഹവദ്ഭിരവ്യാഭ്യതേ. അർജുന, നിർഗുണ ഉപാസകന്മാരുണ്ടല്ലോ, ഭഗവാന് ഗുണമില്ല, ഭഗവാന് രൂപമില്ല, ഭഗവാന് ആകാരമില്ല, ഭഗവാന് നാഡീനരമ്പുകളൊന്നുമില്ല എന്നെല്ലാം പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്നെ പ്രാപിക്കുവാനായിട്ട് ക്ലേശം അല്പം കൂടുതലായിരിക്കും. നോക്കൂ, ആരാ പറയുന്നത്? ഭഗവാൻ തന്നെ. അല്ലാണ്ട് ഞാനല്ല പറയുന്നത്, എന്റെ ഗുരുവല്ല പറയുന്നത്, വേറെ ആളുകളല്ല. നിർഗുണ ഉപാസകന്മാർക്ക്, നിരാകാര ബ്രഹ്മവാദികൾക്ക് എന്നെ പ്രാപിക്കുവാനായിട്ട് ക്ലേശം അല്പം കൂടുതലായിരിക്കും. കാരണം എന്താണ്? മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് നിർത്തിയിട്ട് എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുക എന്നത് കഠിനമായിട്ടുള്ള പ്രവൃത്തിയാണ്. ആർക്കെങ്കിലും 1/2 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റൂ? ശരി, ഞാൻ പറയാണ്, ഒരു കാര്യം, 10 മിനിറ്റ് ഒരു കറുത്ത കുരങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? മനസ്സിൽ എന്തായിരിക്കും? കറുത്ത കുരങ്ങ്. നോക്കൂ, മനസ്സ് അപ്രകാരമാണ്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് കഠിന പരിശ്രമം നിയന്ത്രിച്ചേ മതിയാവൂ. 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ നമ്മൾ അത് കണ്ടു. അതുകൊണ്ട് നിർഗുണോപാസനയിലെ നിഷ്ഠ വളരെ കഠിനമാണ്. ദേഹാഭിമാനികളായിട്ടുള്ള, മിഥ്യാഹങ്കാരം വെച്ച് പുലർത്തുന്ന, ഈഗോ നിറഞ്ഞു നിൽക്കുന്ന നമ്മളില് ഭഗവാനെ ആ രൂപമില്ല, ഗുണമില്ല എന്നെല്ലാം വിചാരിച്ച് ചെയ്യുന്ന ഉപാസനയുണ്ടല്ലോ, അത് വളരെ ക്ലേശമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എനിക്ക് ലഭിക്കും ഇല്ല എന്ന് പറയണില്ല, വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഭഗവാന് രൂപമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഗുരുവായൂരപ്പനാണ്, അല്ലെങ്കിൽ ശ്യാമസുന്ദര രൂപനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനാണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്രകാരമാണ് പൂന്താനവും കുറൂരമ്മയും വില്യമംഗല സ്വാമിയാരും ഭട്ടതിരിപ്പാടും കുന്തിദേവിയും എല്ലാം ആരാധിച്ചത്, പ്രഹ്ലാദ മഹാരാജും അതുപോലെ തന്നെ അംബരീഷ മഹാരാജാവും പരീക്ഷിത് മഹാരാജാവും എല്ലാം ഉപാസിച്ചത്, അതുപോലെ അസുന്ദര രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പത്രം, പുഷ്പം, ഫലം, തോയ നിങ്ങൾക്കുള്ളതെല്ലാം നിവേദിച്ചുകൊണ്ട് അത് ഭക്ഷിക്കുകയും ഭഗവാനെ സർവത്ര മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വളരെ സുഖമാണ്. 9-ാം അധ്യായത്തിൽ കണ്ടു നമ്മൾ, അല്ലെ? സുഖത്തോട് കൂടിയിട്ട് നിങ്ങള് ശരീരത്തിനെയും മനസ്സിനെയും ഒന്നും പീഡിപ്പിക്കാതെ എന്നെ വെറുതെ ചിന്തിച്ചാൽ മതി, എനിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്താൽ മതി, എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷിച്ചാൽ വിഗ്രഹാരാധന തന്നെയാണ്, അല്ലെങ്കിൽ സഗുണോപാസന വിഷമിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു 2 കൂട്ടർക്കും എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ രണ്ടാമത്തെ ആളുകളുടെ ജീവിതം കുറച്ച്, അവരുടെ ഉപാസന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അവസാനം അവര് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാമാം പ്രബധ്യതേ, അനേകം ജന്മങ്ങൾക്ക് ശേഷം എന്നെ അവർ തീർച്ചയായിട്ടും പ്രാപിക്കും.
കാരണം അവർക്ക് മനസ്സിലായി വാസുദേവനാണ് നിറഞ്ഞു നിൽക്കുന്നത്, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഗോവിന്ദൻ തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്നെ പ്രാപിക്കാം. എന്നാൽ ഭക്തിയോഗത്തിൽ കൂടെ പോകുന്ന ഒരു ഭക്തനാകട്ടെ പെട്ടെന്ന് തന്നെ 1-2 ജന്മങ്ങളെ കൊണ്ട് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അവർക്ക് അനേകം ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് മയ്യാവേശിത ഛേദസാം. പക്ഷെ മറ്റു കൂട്ടരുണ്ടല്ലോ അർജുന, എന്നെ രൂപമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സഗുണാഭാസന ചെയ്യുന്ന അപരിശുദ്ധ ഭക്തന്മാരുണ്ടല്ലോ, വൈഷ്ണവരുണ്ടല്ലോ, അവരുടെ അവസ്ഥ വേറെയാണ്. അവര് സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. കർമ്മത്തിന്റെ ആരംഭത്തിലും ഓമെന്നോ സച്ചിത്തെന്നോ പറഞ്ഞുകൊണ്ട് എന്നെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ കൃഷ്ണ രക്ഷിക്കണേ, ഹരേ കൃഷ്ണ ഹരേ രാമ. അത് കഴിഞ്ഞിട്ട് കർമ്മത്തിന്റെ അവസാനത്തിലും എന്നെ സ്മരിക്കുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും സദാസമയവും എന്റെ ചിന്ത തന്നെയാണ്. പാവങ്ങളാണ് അവര്. അങ്ങനെ സർവകർമ്മങ്ങളും എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് കർമ്മഫലാസക്തി ഇല്ലാതെ നിശ്ചയം തരുന്നതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല, ആസക്തിയുമില്ല, എന്റെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും എല്ലാം അങ്ങയുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും നിരന്തരമായിട്ട് തന്നെ ഉപാസന ചെയ്യുന്ന ആളുകളാകട്ടെ, ഒരേ ഒരു ലക്ഷ്യം മാത്രമാക്കിയിട്ട്, എന്ത്? മുക്തി, മോക്ഷം, പരമപദ പ്രാപ്തി, വൈകുണ്ഠപ്രാപ്തി, ഗോലോക വൃന്ദാവന പ്രാപ്തി എന്നെല്ലാം നിങ്ങൾ പറയും. ഏത് വിധത്തിലായാലും ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക്, പുനർജന്മമില്ലാത്ത അവസ്ഥയിലേക്ക്, അതീന്ദ്രിയ ലോകത്തിലേക്ക്, ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കണമെന്ന ചിന്തയോട് കൂടിയിട്ട് സദാസമയവും ഭഗവാന്റെ കീർത്തനങ്ങള്, ഭഗവാന്റെ നാമങ്ങള്, ഉപാസനകള്, വിഗ്രഹ പ്രദക്ഷിണം, ക്ഷേത്ര ദർശനം തുടങ്ങിയിട്ടുള്ള ശ്രവണം, കീർത്തനം തുടങ്ങിയിട്ടുള്ള നവതാ ഭക്തിയുത സേവനം ആരാണോ ചെയ്യുന്നത് അവൻ തീർച്ചയായിട്ടും വേഗം തന്നെ എന്നെ പ്രാപിക്കുന്നു. നോക്കൂ, മറ്റാള് കുറച്ച് താമസത്തോടു കൂടിയിട്ട് എന്നെ പ്രാപിക്കും. പക്ഷെ ഈ വിഗ്രഹാരാധന ചെയ്യുന്ന എന്നെ പരമമായിട്ട്, എന്നെ സുഹൃത്തായിട്ട്, ആ പരമപ്രേമത്തോടു കൂടിയിട്ട്, ഭക്തിയോടു കൂടിയിട്ട്, അനന്യ ഭക്തിയോടു കൂടിയിട്ട്, മറ്റ് ദേവതകളിലേക്ക് ചിന്ത പോകാതെ, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അദ്ദേഹം അവതാരമല്ല, അവതാരിയാണ്, സർവ്വതിന്റെയും ഉൽപ്പത്തിയാണ്, ഉറവിടമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ ഇപ്രകാരം എപ്പോഴും ആരാണ് സ്മരിക്കുന്നത്, എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്, സർവകർമ്മങ്ങളുടെയും കർമ്മഫലം ത്യജിച്ചുകൊണ്ട് ലോകത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്, ആ മഹാത്മാവ് എന്നെ തന്നെ പ്രാപിക്കുന്നു. അർജുന, അവര് മൃത്യു സംസാര സാഗരത്തിൽ നിന്ന്, ജനനമരണ ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്ന്, ജനനം മരണം പുനരഭിചരണം, ഈ സംസാര ചക്രത്തിൽ നിന്ന് മോചിതനായിട്ട് ഞാൻ അവരെ കരകയറ്റിക്കൊണ്ട് എന്റെ ലോകത്തിലെത്തിക്കുന്നു. ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, അർജുന കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ആർക്കും, വൈഷ്ണവ ഭക്തന്മാർക്ക്, എന്നെ ഉപാസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ട്, വീണ്ടും ഒരു ജന്മമെടുക്കാനായിട്ട് ഞാൻ അവരെ സമ്മതിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇവരെ പറയുന്നു, ഞാൻ അവരെ കരകയറ്റുന്നു, അവരെ കൈപ്പിടിച്ചുകൊണ്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ദദാമി ബുദ്ധിയോഗം തം തേനമാം ഉപ്പയാന്തിതേ. എന്റെ അടുത്തേക്ക് വരുവാനായിട്ട് ഞാൻ പ്രത്യേക ബുദ്ധി തന്നെ അവർക്ക് നൽകും. ആ ബുദ്ധി തന്നെ അവർക്ക് നൽകും. അങ്ങനെ അവർക്ക് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഞാൻ അവരെ കൈപ്പിടിച്ച് ഉയർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ശ്രീ ഭഗവാനുവാച മയ്യേവ മന ആദസ്ത്വ മയേ ബുദ്ധിം നിവേശയ നിവസ്യസ്യ മയ്യേവ അത ഊർധം ന സംശയഃ. അതുകൊണ്ട് അല്ലയോ പരിശുദ്ധ ഭക്തന്മാരെ, അർജുന, പരന്ധവ, പാർത്ഥ, എന്നിൽ തന്നെ എപ്പോഴും മനസ്സുറപ്പിക്കൂ, എന്നിൽ തന്നെ നിന്റെ ബുദ്ധിയെയും ചേർക്കൂ. അങ്ങനെയാണെങ്കിൽ
ഞാൻ നിന്റെ ഹൃദയത്തിലും നീ എന്റെ ഹൃദയത്തിലും എപ്പോഴും വസിക്കും. അല്ലെ? ഭഗവാന്റെ ആ വലിയ പുസ്തകത്തിലെ ഡയറിയില് ആദ്യത്തെ പേജില് തന്നെ നമ്മുടെ ഉണ്ടായിരിക്കും. ആ സ്വർണ്ണ പുസ്തകത്തില് സ്വർണ്ണ പേന കൊണ്ട് സ്വർണ്ണ ലിപികളില് നമ്മുടെ പേര് അദ്ദേഹത്തിന്റെ എഴുതി. കാരണം എന്താണ്? ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഭക്തൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ മരണസമയത്ത് എന്നെ ധ്യാനിക്കാൻ സാധിച്ചില്ല, എന്നെ കാണാനായിട്ട് സാധിച്ചില്ല, എന്റെ രൂപം കാണാൻ സാധിച്ചില്ല. ഭഗവാൻ പറയുന്നു പേടിക്കേണ്ട ആവശ്യമില്ല. മരണസമയത്ത് ഞാൻ തന്നെ വന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. അതാണ് ഗ്യാരണ്ടി ഭഗവാന്റെ. അതുകൊണ്ട് ഈ ഓർമ്മയുള്ള സമയത്ത്, ബുദ്ധിയുള്ള സമയത്തെല്ലാം നിങ്ങൾ ഏതേത് ഭക്തി യോഗത്തില് ഭക്തിയുത സേവനം, ഡിവോഷണൽ സർവീസ് നടത്തുന്നുവോ അതൊന്നും ഒരിക്കലും വ്യർത്ഥമാവില്ല, നഷ്ടപ്പെട്ടു പോകില്ല. ബാങ്കില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലെ തന്നെ അവിടെ എടുക്കും. മരണസമയത്ത് യമദൂതന്മാർക്ക് അല്ലെങ്കിൽ ഭഗവാൻ സ്വമേധയാ വന്ന് നമ്മളെ വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്. വേറെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല പറയുന്നത്. നമുക്ക് മോക്ഷം തരാൻ ആഗ്രഹിക്കുന്ന ആ മുകുന്ദൻ എന്ന് പറയുന്ന മോക്ഷദാതാവായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ പറയുന്നത്. അതാ ചിത്തം സമാധാതും നാ ശക്നോഷി മയി സ്ഥിരം അഭ്യാസയൂഖേന തദ വാപ്മേ ചാപ്തും ധനഞ്ജയ. അല്ല, ചിലപ്പോ നമുക്ക് എപ്രകാരമാണ്? സദാസമയം നമ്മൾ ഗൃഹസ്ഥരല്ലേ, നമുക്ക് ജോലിയില്ലേ, നമുക്ക് കുട്ടികളില്ലേ, ഭർത്താവില്ലേ, ഭാര്യയില്ലേ, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്നദ്ധ സംഘടനയിൽ ജോലി ചെയ്യുന്നവനാണ്. അപ്പൊ നമുക്ക് കുറെ ഉത്തരവാദിത്തമുണ്ട്. സദാസമയവും ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ ചിന്തിക്കുക. നടക്കണ കാര്യം അത്. 24 മണിക്കൂറിൽ വേണമെങ്കിൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ, കാലത്ത് അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, നമ്മള് മൊബൈൽ ഫോണില് ഉപയോഗിക്കുന്ന സമയം പോലും നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നില്ല. 24 മണിക്കൂറിൽ 10-15 മണിക്കൂറാണ് നമ്മൾ മൊബൈൽ ഫോണിന് വേണ്ടി ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്, ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര സമയം ഭഗവാന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു? ഒന്ന് വെറുതെ ഇന്ന് തന്നെ രാത്രി ഒന്ന് എഴുതി നോക്കൂ, രാവിലെ എത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഇത്. ശരി, ഒരു പക്ഷേ നമ്മൾ കുറച്ചെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. സാധാരണക്കാരന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആധ്യാത്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഭഗവത്ഗീതയോ നാരായണീയമോ ജ്ഞാനവാനയോ ഒന്നും അറിയാത്തൊരു വ്യക്തിയെ കുറിച്ചിട്ട്, അല്ലെ? അവർക്ക് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, മറ്റ് പരസ്പര ബന്ധത്തിൽ ഏർപ്പെടണം, ഇത് തന്നെ സുഖമെന്ന് കരുതിയിട്ട് ജീവിതം ഒരു മൃഗതുല്യമായിട്ട് നയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോ എന്നെ ഒന്നും ഓർക്കാൻ പറ്റില്ല. വേണ്ട, സാരില്ല. അഭ്യാസയോഗയുക്തേന, അഭ്യാസയോഗം ചെയ്യൂ. അവര് അതിനുവേണ്ടി പരിശ്രമിക്കൂ, അഭ്യസിക്കൂ. അല്ലെ? നിത്യാഭ്യാസി ആനയെ എടുക്കുന്ന പറഞ്ഞ മാതിരി അവര് എപ്പോഴും ചെയ്യേണ്ട, കാലത്തൊരു 5 മിനിറ്റ്, വൈകുന്നേരം ഒരു 5 മിനിറ്റ്, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ കാലത്തൊരു 10 മിനിറ്റ്, വൈകുന്നേരം ഒരു 10 മിനിറ്റ്, പിന്നെ കൂട്ടി 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 കൊണ്ടുവരിക. അതുപോലെ അഭ്യാസയോഗം കൊണ്ട് തീർച്ചയായിട്ടും 6-ാം അധ്യായത്തിൽ പറഞ്ഞു, എനിക്ക് നദികളെ അല്ലെങ്കിൽ ആ ചീറിപ്പാഞ്ഞു വരുന്ന ആനയെ, മതയാനയെ എനിക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും, എന്റെ മനസ്സിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ഭഗവാനെ എന്ന് അർജുനൻ പറഞ്ഞപ്പോ അഭ്യാസയോഗം കൊണ്ടും വിരക്തി കൊണ്ടും സാധിക്കും അർജുന എന്ന് പറയുന്നു. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ വേറെ ഭാഷയിൽ പറയുന്നത്. അഭ്യാസയോഗം കൊണ്ട് നിനക്ക് അതിനുള്ള ശക്തി ലഭിക്കും. നിനക്ക് ആ ആഗ്രഹിക്കുന്ന ആ പരമപദ പ്രാപ്തി ഉണ്ടല്ലോ, അത് അഭ്യാസയോഗം കൊണ്ട് കഴിയും. അപ്പൊ അർജുനൻ പറഞ്ഞു, അതും പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യും ഭഗവാന്? എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ലല്ലോ. ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഭൂമിയിൽ, എല്ലാവർക്കും ഒരേപോലെയല്ല. മന്ദബുദ്ധികളുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, ഞാൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യം എന്താന്ന് ചോദിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, എന്നെ സ്മരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അഭ്യാസയോഗം പറഞ്ഞു ഞാൻ. അഭ്യാസയോഗം പറ്റാത്ത ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ശ്രീ ഭഗവാനുവാച അഭ്യാസേഭ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമഭി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അല്ല, അഭ്യാസയോഗത്തിനും ആളുകൾ സമർത്ഥനല്ലെങ്കിൽ, അല്ലെങ്കിൽ നീ സമർത്ഥനല്ലെങ്കിൽ, നോക്കൂ, അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് പറയുന്നത്, അല്ലാതെ അർജുനന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. അർജുനന് 5-10 വർഷമേ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് അഭ്യാസയോഗത്തിന് നമ്മൾ സമർത്ഥനല്ലെങ്കിൽ, എന്റെ ഒരു പ്രതിനിധി എന്ന നിലയില്, എന്റെ ഒരു ഭാഗിക പ്രതിനിധി, അല്ലെങ്കിൽ എന്റെ ഒരു വിഭിന്നാംശം എന്ന നിലയില് കർമ്മം ചെയ്യുന്നവനായിട്ട് ചേരൂ. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും, അതെ, ഭഗവാന്റെ ഒരു പ്രതിനിധിയായിട്ട്
ഇപ്പോ നമ്മുടെ MP മാര് MLA മാര് അവരൊക്കെ എങ്ങനെ കർമ്മം ചെയ്യുന്നത്? ഒരു പ്രധാനമന്ത്രിയുടെ പ്രതിനിധി എന്ന നിലയില്, ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിനിധി എന്ന നിലയില് എല്ലാ കാര്യവും പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ളവർ അത് പൂർണ്ണതയിൽ എത്തിക്കുന്നു. ഇവര് മടിയന്മാരായിട്ട് അലസന്മാരായിട്ട് ഇരുന്ന് കഴിഞ്ഞാലോ അത് അദ്ദേഹത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഭഗവാൻ തന്നിട്ടുള്ള നിർദ്ദേശങ്ങള് ആധ്യാത്മിക ഗ്രന്ഥങ്ങളില് ആധ്യാത്മിക ഗുരു നമ്മളോട് എന്താണ് പറയുന്നത്? അത് തന്നെ ഭഗവാന്റെ നിർദ്ദേശങ്ങള്. ഇപ്രകാരം ഭഗവത് നിർദ്ദേശങ്ങളെല്ലാം ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഇരുന്നു കൊണ്ട് എപ്രകാരമാണോ ചെയ്യുന്നത് അവനും പതുക്കെ എന്നെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അർജുനൻ പറഞ്ഞു, അതും പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ പോലെ തന്നെയാണ് അർജുനൻ, അല്ലെ? 32 മാല ജപിക്കാൻ പറ്റൂ? ഇല്ല പ്രഭു. 16 മാല ജപിക്കാൻ പറ്റൂ? ഇല്ല പ്രഭു. 8 മാല, 4 മാല, 2 മാല വേണ്ട, ജപിക്കേണ്ട, നീ ജന്മം എടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയും. അതുപോലെ ഇവിടെ അർജുനൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയെ നിരന്തരം സ്മരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് ഭാര്യയും കുട്ടികളുണ്ട്, ഞാൻ ക്ഷത്രിയനാണ്, എനിക്ക് യുദ്ധം ചെയ്യണം, എനിക്ക് രാജകാര്യങ്ങൾ നടക്കണം, അല്ലാണ്ട് നിരന്തരം അങ്ങയെ സ്പർശിക്കലല്ല. ഞാൻ രാജദർശിയൊന്നല്ല, ഞാനൊരു ക്ഷത്രിയനാണ്, രജോ ഗുണ തമോ ഗുണ സ്വഭാവിയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അഭ്യാസ യോഗം ചെയ്യൂ, നിനക്ക് എന്നെ പ്രാപിക്കാം. അതും പറ്റില്ല, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല, ശത്രുക്കൾ ചിലപ്പോൾ എന്നെ ആക്രമിക്കും, ഞാൻ എപ്പോഴും ജാഗരൂകനായിട്ടിരിക്കണം, എന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിര മഹാരാജാവാണ്, ചക്രവർത്തിയാണ്, എനിക്ക് എന്റെ അമ്മയെയും സഹോദരങ്ങളെയും നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്റെ പ്രതിനിധി എന്ന നിലയിൽ നിനക്ക് പറ്റുമോ, ഭക്തി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, നോക്കാൻ പരിശ്രമിക്കാം. അല്ല, എനിക്ക് അതിനും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞു, അതിനും വഴിയുണ്ട്. അധേ തപ്യദ്യ ശക്തോസി കർത്തും മധ്യോഗമാശ്രിതഃ സർവകർമ്മ ഫലത്യാഗം തഥാ കുരു യഥാത്മവാൻ. അർജുന, വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. ഇങ്ങനെ ലളിതമായിട്ടുള്ള മാർഗത്തിൽ കൂടെ നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും. നീ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളും നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, നീ അശക്തനാണെങ്കിൽ എന്നോട് ചേർച്ച തന്നെ ലക്ഷ്യമാക്കിയിട്ട് എന്നെ പ്രാപിക്കണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മനസ്സംയമനം പാലിച്ചുകൊണ്ട് ഇന്ദ്രിയത്തെയും മനസ്സിനെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അവയെ പതുക്കെ പതുക്കെ വശത്താക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? സർവകർമ്മ ഫലത്തെയും ആ ആഗ്രഹങ്ങളെ മുഴുവൻ, ദുരാഗ്രഹത്തെയും അത്യാഗ്രഹത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് എന്നെ ശരണാഗതി പ്രാപിക്കൂ. വളരെ ലളിതമായിട്ട്, സുസുഖം കർത്തും അവ്യയം, വളരെ സുഖമായിട്ട്, അല്ലെ? ഏതൊരു ചെറിയ കുട്ടിക്കും അല്ലെങ്കിൽ ഏത് പോലീസുകാരനും ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? സർവകർമ്മ ഫലത്യാഗം. എനിക്ക് വേണ്ട, ഞാൻ 100 രൂപ തരുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾ എന്റെ പേര് എഴുതാതിരിക്കുകയോ അവിടെ വിളിച്ചു പറയുകയോ ഒന്നും വേണ്ട. ഭഗവാനെ, ഞാനൊരു പുഷ്പം തരുന്നു, നീ വേണമെങ്കിൽ സ്വീകരിച്ചോ, നിന്റെ ഇഷ്ടം, എനിക്കൊന്നും വേണ്ട. അല്ലാതെ 10 രൂപയുടെ ഒരു നാളികേരം കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ 5 രൂപയുടെ ഒരു ചന്ദനത്തിരി കൊണ്ടുപോയിട്ട് മകന്റെ കല്യാണം, വിദ്യാഭ്യാസം, മകളുടെ ഇത് ഭർത്താവിന്റെ ദുരിതങ്ങൾ മാറ്റല്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങള്, മാതാവിന്റെ പിതാവിന്റെ സഹോദരന്മാരുടെ അസുഖന്മാരിൽ വലിയൊരു ചാർട്ടും കൊണ്ടാ പോകുന്നത്. കൊടുക്കുന്നത് 10 രൂപയുടെ ഒരു സാധനം. നോക്കണേ, 10 രൂപ കൊടുത്തിട്ട് 10 ലക്ഷത്തിന്റെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഭഗവാൻ പറയുന്നു, പുഞ്ചിരിച്ചുകൊണ്ട് ദുരാഗ്രഹത്തെ, അത്യാഗ്രഹത്തെ അവസാനിപ്പിക്കൂ, അതിനുശേഷം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെയും ത്യജിക്കൂ. ഭഗവാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിന്റെ കർമ്മഫലം നമുക്ക് വരും ഇന്നല്ലെങ്കിൽ നാളെ, അല്ല? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ഇല്ല. നിങ്ങൾ ഏത് ബീജമാണ് നിക്ഷേപിച്ചത്, ഏത് കുരുവാണ് നിങ്ങൾ കുഴിച്ചിട്ടത്, അതിൽ നിന്നുള്ള ഫലങ്ങൾ വരുള്ളൂ. നമുക്ക് വേറെ ആഗ്രഹിക്കാനായിട്ട് നമുക്ക് അധികാരമുണ്ടോ, അവകാശമുണ്ടോ? ഇല്ല. അതുപോലെ നീ എന്ത് കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതിന്റെ കർമ്മഫലം വന്നു ചേരും. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന. 4-ാം അധ്യായത്തിൽ പഠിച്ചു നമ്മള്. 2-ാം അധ്യായത്തില് ആ കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, സത്കർമ്മങ്ങളെ ചെയ്യൂ, അപ്പൊ നിനക്ക് സദ്ഗതി പ്രാപിക്കാം, നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേരും നിന്റെ തലമുറയ്ക്ക്. അല്ല, നീ ദുരാചാരിയാണെങ്കിൽ ദുഷ്കർമ്മ ഫലം വന്നു ചേരും. രണ്ടിനും ആരോ ഉത്തരവാദി? നീ തന്നെയാണ്. ഭഗവാൻ അതിൽ യാതൊരു പങ്കുമില്ല. ദയവ് ചെയ്തിട്ട് ഭഗവാനെ നിങ്ങൾ ശപിക്കരുത്, ഭഗവാനോട് കരയരുത്, ഭഗവാനോട് വിലപേശരുത്. എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം നമ്മളും ഭൗതിക പ്രകൃതിയുമാണ്. അല്ലാണ്ട് ഭഗവാൻ ഇതിൽ യാതൊരു റോളും ഇല്ല. ഭഗവാൻ നിഷ്പക്ഷനായിട്ട് ഒരു ജഡ്ജിയെ പോലെ ഇരുന്നിട്ട് വിധിക്കുന്നു, അത്ര മാത്രം. വാദപ്രതിവാദങ്ങളും എല്ലാം നടത്തുന്നത് എല്ലാം ആരാണ്? നമ്മളും മനസ്സും ബുദ്ധിയും നമ്മുടെ ഭൗതിക പ്രകൃതിയുമാണ്. അതുകൊണ്ട് നിനക്ക് ഇതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ സർവകർമ്മ ഫലത്യാഗത്തെ വെടിഞ്ഞുകൊണ്ട് സർവകർമ്മ ഫലങ്ങളെയും ആ ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് പരിത്യജിച്ചുകൊണ്ട് നീ സകല കർമ്മങ്ങളും ശരിക്കും നീ ജീവിതത്തിൽ എന്താ ചെയ്യണത് അതെല്ലാം ചെയ്തോളൂ.
പക്ഷെ ചെയ്യുന്നത് എന്ത്? ഇതിന് ഇന്നത് കിട്ടണം, ഇതിന്റെ പ്രയോജനം എനിക്ക് കിട്ടണം. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അടുത്ത പ്രാവശ്യം അവൻ എനിക്ക് 150 തരണം, അല്ലെങ്കിൽ ഞാനൊരു പവൻ കൊടുത്തു എനിക്ക് 2 പവൻ തിരിച്ചു തരണം. അങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരിക്കലും മനസ്സിൽ വെക്കരുത്. ശ്രേയോഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാശ്ചാന്തിരനന്തരം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ആ നിരന്തരമുള്ള സ്മരണയേക്കാൾ അഭ്യാസത്തിനേക്കാൾ ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠം. ജ്ഞാനത്തെക്കാൾ ധ്യാനം വിശിഷ്ടമാണ്. ധ്യാനത്തെക്കാളും കർമ്മഫലത്യാഗം വിശിഷ്ടമാണ്. ത്യാഗത്തിൽ നിന്ന് ശാന്തി ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, ഭക്തി ഉണ്ടാകുന്നു. അതാണ്. അപ്പൊ നമുക്ക് ശാന്തി സമാധാനം ലഭിക്കുവാനായിട്ട് എന്താണ്? ഭക്തിയോഗം, സർവകർമ്മഫലത്യാഗം. എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്, നമുക്ക് വിദ്വേഷം വരുന്നത്, കാമം ക്രോധം വരുന്നത്? നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും ആ ഒരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ കർമ്മം ചെയ്യുക, പക്ഷെ ഫലാസക്തി ഉണ്ടാവാൻ പാടില്ല. നല്ലതോ ചീത്തയോ സുഖമോ ദുഃഖമോ ലാഭമോ നഷ്ടമോ നിന്ദയോ സ്തുതിയോ എന്തായിക്കോട്ടെ, ഞാനത് ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കും. കുന്തി ദേവിയെ പോലെ, പാഞ്ചാലിയെ പോലെ, അർജുനനെ പോലെ, അംബരീഷ മഹാരാജാവിനെ പോലെ, പരീക്ഷിത് മഹാരാജാവിനെ പോലെ, പ്രഹ്ലാദ് മഹാരാജനെ പോലെ പരിശുദ്ധ ഭക്തന്മാരെല്ലാം അതെല്ലാം ഭഗവാനാണ് സർവകാരണം. അത് വിധിയാണ്. അത് ഈ ജന്മത്തിലെയോ ആ കഴിഞ്ഞ ജന്മത്തിലെയോ ഞാൻ അനുഭവിക്കേണ്ടതാണ്. ഈശ്വര ഭഗവാൻ ഇത്രയല്ലേ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചുള്ളൂ, ഇതിനേക്കാളും എന്തോ വലിയത് കാര്യം വരാനാണ്. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് എനിക്ക് ഇത്രയേ ഉണ്ടായുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിക്കുകയാണ് വേണ്ടത്. അർജുന, അതുപോലെ നീ ചിന്തിക്കൂ. എന്നിട്ട് ഭഗവാൻ ഇവിടെ 36 ഗുണങ്ങളാണ്. നീ ഒരു നല്ല ഭക്തനാവണമെങ്കിൽ, അല്ലെങ്കിൽ നീ ഒരു ഭക്തനാണ് ഭക്തയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണമെങ്കിൽ 36 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഭഗവാൻ ഇവിടെ 8 ശ്ലോകങ്ങളെ കൊണ്ട് 36 വളരെ ലളിതമാണ്. കാരണം ഭഗവാൻ ഇപ്പോഴത്തെ മോട്ടിവേഷൻ സ്പീക്കറെ പോലെയല്ല, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പറയില്ല. 100 രൂപ കൊണ്ട് നിനക്ക് 1 വർഷം കൊണ്ട് 1 ലക്ഷം സമ്പാദിക്കാം, അല്ലെങ്കിൽ 1000 രൂപ വെച്ചിട്ട് ഒരാൾ അവിടെ ചായക്കട തുടങ്ങി അവന്റെ ഇന്ന് സമ്പാദ്യം 1 കോടി രൂപയാണെന്നൊക്കെ നിങ്ങൾ ചിലപ്പോ മീഡിയകളിലും ആളുകളിലൊക്കെ കാണും. അങ്ങനെ വെറും വാക്ക് പറയുന്നവനല്ല ഭഗവാൻ. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അറിയുന്നവനാണ് ആര്? പരമാത്മാവായിട്ടുള്ള അന്തരാമിയായിട്ടുള്ള ഭഗവാൻ. അതുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. പ്രത്യേകിച്ചും അർജുനൻ ബുദ്ധിമാനാണ്. അർജുനനോട് വെറുതെ ആദ്യതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹസനമാണെന്ന് അർജുനൻ കരുതും. ഇതുവരെയുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അർജുനന്റെ ആ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ പരിശുദ്ധനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുള്ളൂ എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ ഉദാഹരണങ്ങളും അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണവും എല്ലാം കേട്ടാൽ നിങ്ങൾക്ക് ഭഗവാന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാം. ഇവിടെ 8 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ പറയാണ്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. അർജുന, വളരെ ലളിതമാണ്. അദ്വേഷ്ട, ആരുടെ ദേഷ്യം വരാതിരിക്കുക, പരമാവധി അല്ലെ. ഇനി ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പിടിച്ചെടുക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. പ്രസാദം വദനത്തിങ്കിൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിൽ ഉള്ളവനും ചേർന്നവനെ പുരുഷോത്തമൻ അല്ലെ. അങ്ങനെ കണ്ണുകളിലെ കടാക്ഷം, ആ പുഞ്ചിരി അല്ലെ, ആളുകളോട് മൃദുവായിട്ടുള്ള സമീപനം, അതെല്ലാം ഒരു ഭക്തന്റെ ലക്ഷണമാണ്. അല്ല കർക്കശ സ്വഭാവക്കാരനാണ്, എല്ലാവരോടും മോശമായിട്ട് സംസാരിക്കുന്നു, ഭക്തനല്ല. പേര് വെട്ടിക്കോളൂ, ഉടൻ നിങ്ങളുടെ പുസ്തകം എടുത്തിട്ട് എഴുതിക്കോളൂ. എന്നിട്ട് ഈ 36 ഗുണങ്ങളും നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭക്തനാണ്, ഭക്തൻ എന്ന് വിളിച്ചോളൂ. അല്ല, ഇനിയുമുണ്ട്. നോക്കൂ, ഇത് മറ്റുള്ളവരോട് ചോദിക്കാനുള്ള ചോദ്യമല്ല, മറ്റുള്ളവരെ പരീക്ഷിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് മാർക്ക് ഇടാനല്ല ഭഗവാൻ പറയുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരവർക്ക് മാർക്ക് ഇടാനാണ്. ഒരിക്കലും പ്രഭു നോക്ക്, ആ 36 ഗുണങ്ങൾ ആ മാതാജിക്കില്ലല്ലോ, ആ പ്രഭുവിനല്ലോ, പിന്നെന്തിനാ വലിയ പരിശുദ്ധ ഭക്ത എന്നെപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഒരിക്കലും പറയരുത്. മറ്റുള്ളവർക്ക് മാർക്ക് ഇടാനല്ല, മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടാനല്ല ഭഗവാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മറിച്ച് നമുക്ക് ഏതേത് ഗുണങ്ങളുണ്ട്, നമുക്ക് എവിടെയാണ് കുറവ്, അത് നികത്തുവാൻ വേണ്ടിയിട്ട്, സെൽഫ് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട്, നമുക്ക് മാർക്കിടാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടിയായിട്ടാണ് ഇവിടെ ഭഗവാൻ ഈ ശ്ലോകങ്ങൾ പറയുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. സർവഭൂതാനാം അദ്വേഷ്ട,
ഇനി മനുഷ്യരോട് മാത്രമല്ല, ഭൂതാന സർവചരാചരങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷലതാദികളോടും സസ്യങ്ങളോടും ഉരകങ്ങളോടും പന്നകങ്ങളോടും ഷഡ്പദങ്ങളോടും രാക്ഷസന്മാരോടും അസുരന്മാരോടും ബന്ധുമിത്രാദികളോടും എന്ന് വേണ്ട സകലരോടും എന്താണ് ദേഷ്യമില്ലാതെ എപ്പോഴും സുഖമായിട്ട് പ്രവർത്തിക്കുക. മൈത്ര, കരുണ, മിത്രഭാവത്തോട് കൂടിയിട്ട് സുഹൃത് ഭാവത്തോട് കൂടിയിട്ട് എല്ലാത്തിലും അവരോട് ചേർന്നുകൊണ്ട് കരുണയോടുകൂടി പ്രവർത്തിക്കൂ. നിർമ്മമ, മമത്വബോധമില്ലാതെ, എന്റേതെന്നുള്ള രൂപമില്ലാതെ. എവിടെയാണ് ദുഃഖം വരുന്നത്? എന്റെ എന്ന് വരുന്ന സമയത്ത്. ഒരു കുട്ടി വീണു, ആരോ പറഞ്ഞു നിങ്ങളുടെ പേരക്കുട്ടിയാണ്, വിഷമം വന്നു, ആരോ അപ്പൊ പറഞ്ഞു അല്ല അത് വേറെ കുട്ടിയാണ്. സുഖം വന്നു, നോക്കണേ എപ്പോഴാണ് നിങ്ങളുടേതെന്ന് പറയുന്നത്, അപ്പൊ ദുഃഖം വന്നു. അയ്യോ അവിടെ വാഹനം ഇടിച്ചു, നിങ്ങളുടെ കമ്പനിയിലാണ്, ദുഃഖം വന്നു. അല്ലല്ല അത് വേറെ വാഹനമാണ്. ദുഃഖം പോയി സുഖം വന്നു. നോക്കൂ, നിർമ്മമത്വം ഉപേക്ഷിക്കൂ. അർജുനൻ അതാണ്, എന്റെ മുത്തച്ഛൻ, എന്റെ ബന്ധുമിത്രാദികൾ, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാം, എന്റെ ആചാര്യന്മാര്. അർജുന അതിനെ ഉപേക്ഷിക്കൂ, നീ നിർമ്മമത്വത്തെ ഉപേക്ഷിക്കൂ. മമത്വബോധത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിർമ്മമനായിട്ട് പ്രവർത്തിക്കൂ. നിരഹങ്കാര, അഹങ്കാരത്തെ ഉപേക്ഷിക്കൂ. സുഖ ദുഃഖ സമഹ, സുഖത്തെയും ദുഃഖത്തെയും. അതെങ്ങനെ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ സാധിക്കുക? നമ്മൾ പൊട്ടന്മാരാണോ, ഭ്രാന്തന്മാരാണോ? അല്ല. ഇവിടെ ദുഃഖം ഇന്നുണ്ട്, അത് നാളെ മാറിപ്പോയിട്ട് സുഖം വരും. നാളെ സുഖമുണ്ട്, മറ്റന്നാൾ ദുഃഖം വരും. ഇത് ആപേക്ഷികമാണ്, അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു ചിന്ത, അത്രയേ ഉള്ളൂ. പാണ്ഡവരുടെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര കഠിനമായിട്ടുള്ള പാതകളിൽ കൂടെയാണ് അവർ കടന്നുപോയത്, സാഹചര്യങ്ങളിൽ കൂടെ. അപ്പൊ അത് ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. കഥകളെല്ലാം നമ്മളെ കാണിക്കുന്നത് അതാണ്. അതുകൊണ്ട് സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കരുതി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സുഖം ദുഃഖവും വേറെ വേറെ തന്നെയാണ്, ലാഭവും നഷ്ടവും വേറെ വേറെ തന്നെയാണ്. പക്ഷെ ഇത് ഇന്നുണ്ടാവും, നാളെ വരും, മാറി മാറി പോകും എന്നാണ് പറയുന്നത്. സന്തുഷ്ട സതതം യോഗേ, എപ്പോഴും സന്തുഷ്ടനായിട്ട്, എപ്പോഴും എനിക്ക് ഭഗവാൻ ഇതെല്ലാം തന്നിട്ടുണ്ടോ, ഉള്ളതിനെ കരുതിയിട്ട് ഉള്ളതിനെ കണ്ടുകൊണ്ട് സന്തുഷ്ടനാവുക. ഇല്ലാത്തതിന്റെ പിന്നാലെ പോകുമ്പോഴാണ്. ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് കാലില്ലാത്ത ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഞാൻ ഭാഗ്യവാനാണ്, കാലെങ്കിലും ഉണ്ടല്ലോ എനിക്ക്. അങ്ങനെ എപ്പോഴും സന്തുഷ്ടനായിട്ട് യോഗിയായിട്ട് ഭഗവാനെ എപ്പോഴും യുജ്യതേ യുജ്മേളേന, ഭഗവാനെ സമർപ്പണം ചെയ്തുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് യഥാത്മാ ദൃഢനിശ്ചയ, ഭഗവാനെ പ്രാപിക്കണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയുമെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ആരാണ് ജീവിക്കുന്നത്? യോ മദ്ഭക്ത സമേ പ്രിയ, അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എനിക്ക്, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഞാൻ അവന്റെ ഹൃദയത്തിലും അവൻ എന്റെ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നു. നോക്കണേ, അവനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ്? ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവൻ. അപ്പൊ ഭഗവാന് പ്രിയപ്പെട്ടവനാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് പറയാ, യസ്മാനോ ഉദ്ദിജ്യതേ ലോക, ലോകാനോ ഉദ്ദിജ്യതേ ജയഃ, ഹർഷമർഷഭയോ ധൈഗേ മുക്തോ യാസാമേ പ്രിയഃ. ഇനി എനിക്ക് പ്രിയപ്പെട്ടവനായിട്ട് വേറൊരാളുണ്ട്. ആരുകൊണ്ടാണ് ഈ ലോകത്തില് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്തത്? അതുപോലെ തന്നെ ഈ ലോകം ഹേതുവായിട്ട് ആർക്കാണ് ബുദ്ധിമുട്ടില്ലാത്തത്? സന്തോഷം, അസൂയ, ഭയം, ദമ്പം, ദർപ്പം, ഉത്കണ്ഠ ഇവയിൽ നിന്ന് ആരാണ് മുക്തനാവുന്നത്? അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. അപ്പൊ ഭഗവാന് പ്രിയപ്പെട്ടവനാവാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഗുണങ്ങളെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കുക. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോഗ്യദവ്യദഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഒന്നിന്റെയും ആവശ്യമില്ലാത്തവൻ, യാതൊരു തരത്തിലുള്ള ദുരാഗ്രഹങ്ങളെ അത്യാഗ്രഹങ്ങളെ വെച്ചു പുലർത്താത്തവൻ, അകത്തും പുറത്തും ശുദ്ധിയുള്ളവൻ, അല്ലെ, എപ്പോഴും വൃത്തിയായിട്ട് കുളിക്കുന്നവൻ, ശൗചം ചെയ്യുന്നവൻ, അതുപോലെ തന്നെ മനസ്സിന്റെ ആ ശൗചവും ദുഷ്കാര്യങ്ങളോ മറ്റുള്ളവരെ ഉപദ്രവിക്കണം, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് പരദൂഷണം പറയാതെ മനസ്സിന്റെ ഉള്ളിലും പുറത്തും ശരീരവുമെല്ലാം ശുദ്ധിയായി കൊണ്ടു നടക്കുന്നവൻ, കർമ്മകുശലതൻ, സമർത്ഥൻ, ഒന്നിലും പ്രത്യേകം താല്പര്യമില്ലാത്തവൻ, ഇങ്ങനെ ആരുണ്ടോ അവൻ എന്റെ ഭക്തനാകുന്നു, എന്റെ പ്രിയപ്പെട്ടവനാകുന്നു. യോ നാ ഹൃഷ്യതി നാ ദ്വേഷ്ടി നാ ശോചതി നാ കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യാസമേ പ്രിയഃ. ആരാണ് കൂടുതൽ ആഹ്ലാദിക്കാത്തത്? അതായത് മതിമറന്ന് ആഹ്ലാദിക്കുന്നത്, അല്ലെ? ദുഃഖേഷു അനുദിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ, നമ്മൾ പഠിച്ചു 2-ാം അധ്യായത്തില്. അതുകൊണ്ട് വളരെ അമിതമായിട്ട് പൈസ കിട്ടി ഞാൻ കാണിച്ചു കൊടുക്കാം, എന്റെ ബന്ധുമിത്രാദികൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നെല്ലാം ആരാണ് കുറച്ച് ധനം വന്നു ചേരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല മരുമക്കളെയൊക്കെ കിട്ടുന്ന സമയത്ത് അഭിമാനിക്കുന്നത്, അതുപോലെ തന്നെ
അനിഷ്ടപ്രാപ്തിയിൽ ചിലപ്പോൾ ദുഃഖം വരുമ്പോൾ എനിക്ക് ആരുമില്ല, ഭഗവാൻ ചതിച്ചു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് വെറുതെ ഇരുന്ന് കരയുന്നത്, വിലാപം കൊണ്ടൊക്കെ ചെയ്യുന്നത്, ഇത് ആരാണ് ഇതിൽ നിന്നും മുക്തനാവുന്നത്? രണ്ടിൽ നിന്നും. അതായത് ആരാണോ എപ്പോഴും സന്തുലനാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്, അമിതമായിട്ട് ആഹ്ലാദിക്കാതിരിക്കുകയോ അമിതമായിട്ട് വിലപിക്കാതിരിക്കുകയോ ചെയ്യുന്നവൻ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ നമുക്ക്? ഇത് വലിയൊരു കാര്യമാണോ? ഇതിന് വല്ല വിദ്യാഭ്യാസം വേണോ? ഇതിന് വല്ല കഠിന പരിശ്രമം വേണോ? ഇതിന് വല്ല ശാരീരികമായിട്ടുള്ള വല്ല ഇതും വേണോ? ഒന്നും വേണ്ട. വളരെ സുഖം, സുസുഖം കർത്തും അവ്യയം. ഭഗവാൻ ആദ്യമേ തന്നെ പറയുന്നു, അർജുന, നിനക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന 36 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന്. സമൗ ശത്രൗ ച മിത്രേ ച തദാ മാനാഭമാനയോഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനേ സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഃ. അർജുന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നരന്മാര്, മനുഷ്യന്മാര്, ഭക്തന്മാര്, ഭക്തകളുണ്ട്. അവര് ഈ ഗുണങ്ങളെല്ലാം വെച്ച് പുലർത്തണം. ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണണം. രണ്ടുപേരും എന്റെയാണ്. നാളത്തെ ശത്രു നിന്റെ മിത്രമായിരിക്കാം, ഇന്നത്തെ മിത്രം നിന്റെ ശത്രുവായിരിക്കാം. അതുകൊണ്ട് രണ്ടുപേരെയും ഒരുപോലെ കാണും. മാനത്തെയും അപമാനത്തെയും ഒരുപോലെ കാണും. ചിലപ്പോ ഇന്ന് മാനിക്കും, നാളെ അപമാനിക്കും, ഇന്ന് അപമാനിക്കും, നാളെ. കണ്ടിട്ടില്ലേ രാഷ്ട്രീയം? കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ഒന്നിനും ഒരു സ്ഥിരതയില്ല. എല്ലാം നിസാരമാണ്, ലളിതമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനനുസരിച്ച് നീ പ്രവർത്തിക്കൂ. ശീതത്തെയും ഉഷ്ണത്തെയും ലാഭത്തെയും നഷ്ടത്തെയും സുഖത്തെയും ദുഃഖത്തെയും എല്ലാം ദ്വന്ദ്വമാണ്. അദ്വന്ദ്വമായതിനെയെല്ലാം ഉപേക്ഷിക്കൂ. അഡ്യുവാലിറ്റിയെ ഉപേക്ഷിക്കൂ. ഒന്നിനോടും ഒട്ടലില്ലാതിരിക്കൂ. ഒട്ടലാണ് അല്ലെ, നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള ഒട്ടലാണ് നമ്മളെ ദുഃഖത്തിലാഴുന്നത്. ആ ഒരു ചെറിയ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് കഴിയാൻ സാധിക്കും. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക. ഒരു നിശ്ചിത വാസസ്ഥാനമില്ലാത്തവൻ, എനിക്ക് കിട്ടിയത് ഇന്ന് ഒരു വീട്, ചിലപ്പോൾ ഇത് എനിക്ക് നഷ്ടപ്പെടും അല്ലെ. മറ്റുള്ള യുദ്ധത്തിലൊക്കെ നോക്കൂ നിങ്ങൾ, ഇസ്രായേലും പലസ്തീനയിലും സിറിയയിലും പാകിസ്ഥാനിലും ഒക്കെ നോക്കൂ അല്ലെ. അപ്പൊ അവിടെ തെരുവിലാണ് കഴിയുന്നത് ആളുകൾ. നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ഇവിടെ AC ഓൺ ചെയ്ത് ഫാനിന്റെ അടിയിൽ എന്നിട്ടാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിവില്ലാതെ നടക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കൂ. ഇപ്രകാരം സർവചരാചരങ്ങളിലും എന്നെ കണ്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവൻ ആരാണോ അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഈ അധ്യായം ഉപസംഹരിക്കാൻ പോവാ ഭഗവാൻ. അവസാന ശ്ലോകം, ഏതു ധർമ്മ്യാമൃതമിതം യദ്ധോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത് പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയഃ. അല്ലയോ അർജുന, എന്റെ പ്രിയ ഭക്തന്മാരില് ഏറ്റവും തീവ്രമായിട്ട് അതീവമായിട്ട് ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞ 36 ഗുണങ്ങൾ ആരാണ് വളർത്തിയെടുക്കുന്നത്? ഇത് ധർമ്മമാണ്. ഇത് അമൃതമായിട്ടുള്ള വാക്കുകളാണ്. ഇത് സത്യം മനസ്സിലാക്കിയിട്ടുള്ള മഹർഷിമാര് പറഞ്ഞതാണ്, എന്റെ അഭിപ്രായമല്ല. അവര് പറഞ്ഞതിനെ തന്നെ ഞാൻ പറയും. നോക്കൂ, ഭഗവാന്റെ ശൈലി നോക്കൂ. ഞാൻ പറഞ്ഞതാണ്, നീ അനുസരിക്കണം, നീ കേട്ടേ മതിയാവൂ എന്നൊന്നും ഭഗവാനില്ല. ഇതെല്ലാം സത്യദർശികളായിട്ടുള്ള മഹർഷിമാര് സത്യം മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, നിന്റെ ഗുരുവും ചിലപ്പോൾ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, നീയും വിശ്വസിച്ചേ മതിയാകൂ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങള് ആരാണ് ജീവിതത്തിൽ ആചരിച്ച് അനുഷ്ഠിക്കുന്നത് അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മരണസമയത്ത് അവനെ കൊണ്ടുപോകുവാൻ ഞാൻ തന്നെ വരും, ഉറപ്പാണ്, എഴുതി വെച്ചോളൂ അർജുന എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. ഓം തത്സത് ഇതി ശ്രീ മഹാഭാരതേ ശതസാഹിസ്രം സംഹിതായാം വൈയാംസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ 12 അധ്യായഃ. ഓം ശാന്തി ശാന്തി ശാന്തി.